പട്ടിത്തറ പഞ്ചായത്തിൽ തെങ്ങും തൈ ഇറക്കുമതി ചെയ്തതിൽ വ്യാജ ഒപ്പിട്ട് പണം കൈപ്പറ്റിയതായി പരാതി. MGNRIGS ഓവർസിയർ ഫൈസലിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത തൊഴിലാളി യൂണിയൻ പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. ആലൂരിൽ നിന്നാരംഭിച്ച മാർച്ച് പട്ടിത്തറ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. കാർഷിക ആവശ്യങ്ങൾക്കായി പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് ഇറക്കുമതി ചെയ്ത തെങ്ങിൻ തൈ ഇറക്കുകൂലിയിൽ MGNRGS ഓവർസിയർ ഫൈസൽ കൃത്രിമം കാണിച്ച വ്യാജ ഒപ്പിട്ട പണം കൈപ്പറ്റിയെന്നാണ് ആരോപണം. സംഭവത്തിൽ ഓവർസിയറെ ഭരണസമിതി താൽക്കാലികമായി പുറത്താക്കിയിട്ടുണ്ട്. ₹2 കൂലിയിൽ 12,100 തൈകൾക്കാണ് തൊഴിലാളികൾ പല സമയങ്ങളിലായി ഇറക്കുകൂലി വാങ്ങിയത്. എന്നാൽ പഞ്ചായത്ത് രേഖകളിൽ 36,400 തൊഴിലാളികൾ കൈപ്പറ്റിയതായി കാണുന്നതായും ഇത് ഓവർസിയർ വ്യാജ ഒപ്പിട്ട് കൈപ്പറ്റിയതാണെന്നും സംയുക്ത തൊഴിലാളി യൂണിയൻ ആരോപിച്ചു. അതിൻ്റെ നിജസ്ഥിതി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടുത്തെ 4 തൊഴിലാളി യൂണിയനുള്ളത് സംയുക്തമായി പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും അതിൻ്റെ ആ പരാതി കൊടുത്തതിന് അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഒരു കാര്യമായി തുടക്കത്തിൽ അതിൻ്റെ ഒരു തീരുമാനം എത്തുകയും ചെയ്തിട്ടില്ല എന്നുള്ള ഇതിൽ ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോഴല്ല പലപ്പോഴായി ഇതുപോലെ തന്നെ പല അഴിമതികളും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞു കേൾക്കാനറിയും, ഞങ്ങൾ ഇവിടുത്തുള്ളവരാണ്. എങ്കിലും കൂടി ഞങ്ങൾ തൊഴിലാളികൾക്ക് ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് ആണ് ഞങ്ങൾ ഈ പ്രതിഷേധമായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചെക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഫൈസൽ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ മാത്രമാവില്ല ഇതിൽ ബന്ധപ്പെട്ടിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടാവുക. ഓവർസിയറുടെ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കുകയും ഉദ്യോഗസ്ഥനെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംയുക്ത തൊഴിലാളി യൂണിയൻ പട്ടിത്തറ പഞ്ചായത്തിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത്. INTUC, BMS, STU എന്നീ തൊഴിലാളി സംഘടനകൾ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. സംയുക്ത ട്രേഡ് യൂണിയൻ നേതാവ് ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. BMS പ്രസിഡന്റ് കുമാരൻ, STU പ്രസിഡന്റ് സൈനുദ്ദീൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. NCV ന്യൂസ് തൃത്താല. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശവും ഉത്സവവും മാർച്ച് 14 മുതൽ 24 കൂടി. ദ്രവ്യകലശം മാർച്ച് 14 മുതൽ 17 വരെ. കൊടിയേറ്റം മാർച്ച് 17 രാത്രി 7:30. ഉത്സവ ബലി മാർച്ച് 22. പള്ളിവേട്ട 23. ആറാട്ട് മാർച്ച് 24 ഞായറാഴ്ച. ക്ഷേത്രോത്സവ കലാപരിപാടികളുടെ ഭാഗമായി മാർച്ച് 22 വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് പ്രശസ്ത സിനിമാ താരം ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിക്കുന്ന നൃത്തം ആഘോഷം ഉണ്ടായിരിക്കും. ഏവരെയും ക്ഷേത്ര സന്നിധിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു.